കാറ്റത്തെ കിളിക്കൂട് പുതിയ എപ്പിസോഡിൽ ഹരീഷ് സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് കുറേ നിർബന്ധിക്കുന്നുണ്ട് കാര്യം പറയാനായിട്ട്. പക്ഷേ സുഭാഷ് ചേട്ടൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടിട്ട് ഹരീഷ് ദേഷിക്കുകയാണ്. ഹരീഷ് സുധീഷിൻ്റെ അടുത്തൊക്കെ പറയുന്നു. ആ സമയത്ത് തന്നെ ഭാസ്കരനും അവിടെ വന്നു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാതെ താൻ അങ്ങോട്ടും പോകില്ല. അപ്പോൾ സുധീഷ് സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ്. ഡിവോഴ്സ് വാങ്ങിക്കാൻ തന്നെയാണ് പോകുന്നത്. ഒരുമിച്ച് ജീവിക്കുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചു. എന്നെ കൊണ്ട് ഈ വീട്ടിൽ നിനക്ക് അത്രയ്ക്ക് വലിയ പ്രശ്നമാണെങ്കിൽ നീ പറഞ്ഞാൽ മതി, ഞാനങ്ങ് മാറി തന്നേക്കാം. അവർ തമ്മിൽ വഴക്കാവുന്ന കണ്ടിട്ട് നിധി പറയുകയാണ്, ഞാൻ പറയാം, എല്ലാ സത്യങ്ങളും ഞാൻ പറയാം. സുഭാഷ് ചേട്ടനോട് നിധി പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ എനിക്കിനി പറ്റുന്നില്ല, ഞാൻ പറയാം. സുഭാഷ് ചേട്ടൻ വേണ്ട മോളെ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ഹരീഷും നികേഷും വല്ലാതെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഭാസ്കരനാണെങ്കിൽ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. എന്നിട്ട് സുഭാഷ് പറയുന്നുണ്ട്, സുധീഷിനെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല, അവന് നമ്മൾ പറയാനുള്ള ചാൻസ് കൊടുത്തിട്ടില്ല. അന്ന് ഇവർ ഇവിടെ വരുമ്പോഴാണ് റിസപ്ഷൻ ആണെന്ന് നിധി അറിയുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിടാതിരിക്കാൻ വേണ്ടിയാണ് നിധി അന്ന് സ്റ്റേജിൽ വന്നത്. അപ്പോൾ ഈ കല്യാണം അവർക്കൊരു കുരുക്കല്ലേ? അങ്ങനെയുള്ളപ്പോൾ ഡിവോഴ്സ് അല്ലാതെ അവർ വേറെ എന്താ ചെയ്യുക? കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നിധി വീട് വിട്ട് പോകുമെന്ന് പറഞ്ഞതാ. പക്ഷേ ഹോസ്റ്റലിൽ ഒന്നും ശരിയായില്ല. അന്ന് നിധി ബാഗും എടുത്ത് വീട് വിട്ട് പോയതാ. ഇവരന്ന് വരാൻ കുറച്ച് വൈകിരുന്നെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അന്നേ നിങ്ങൾ അറിഞ്ഞിരുന്നേനെ. ഈ സത്യം എങ്ങനെ നിങ്ങളെ അറിയിക്കുമെന്ന് കരുതി ഇത്രയും നാളും പോയി. പക്ഷേ ഡിവോഴ്സിന്റെ കാര്യം നീ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. എല്ലാം അറിയുന്ന ഞാൻ എന്ത് മിണ്ടാനാടാ? അപ്പൊ നിധി പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണക്കാരി ഞാൻ. വീട്ടുകാർ നിശ്ചയിച്ച കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തൽക്കാലം ഒരു ഫേക്ക് മാരേജ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് സമ്മതിച്ചത്. അത് ലീഗലാകുമെന്നും ആലോചിച്ചില്ല. സുധീഷിനെ ഇങ്ങനെ ഒരു കുടുക്കിപ്പെടുത്തിയത് ഞാൻ. സുധീഷ് നല്ലപോലെ ജീവിക്കണം, വേറൊരു കല്യാണം കഴിക്കണം, അതിനുവേണ്ടിയാ ഡിവോഴ്സ് ചെയ്യാൻ മൂവ് ചെയ്തത്. എന്നിട്ട് നിധി എല്ലാവരോടും മാപ്പൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഹരീഷ് സുധീഷിനടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതാണ് സത്യമെങ്കിൽ പരസ്പരം സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചതെന്ന് ആദ്യ ദിവസം ഞങ്ങളോട് പറഞ്ഞ എന്തിനാന്ന്? ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, ശരിയാ, ഈ കല്യാണം ശരിക്കും നടന്നെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് പറയണമായിരുന്നു? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണം. നിവർത്തികേട് കൊണ്ടിട്ടാ ഞാൻ നിങ്ങളോട് എല്ലാവരോടും അങ്ങനെ പറഞ്ഞത്. എന്റെ നുണകളെല്ലാം നിവർത്തികേട് കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. അതിനുശേഷം എല്ലാവരും ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹരീഷ് നമ്മൾ സുഭാഷിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ്. അപ്പം ഹരീഷിന് വല്ലാതെ സങ്കടം വരുന്നുണ്ട്. ഹരീഷ് ചെന്ന് സുഭാഷിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് തന്നെ ഹരീഷിനോട് പറയുന്നുണ്ട്, ഞാൻ ഇതൊന്നും നിന്നോട് മനഃപൂർവ്വം വിളിച്ചതല്ല, നീ എങ്ങനെ എടുക്കുമെന്നുള്ള പേടി കൊണ്ട് മനഃപൂർവ്വം ഞാൻ പറയാത്തതാ. ഈ സമയത്ത് നിധി അവിടെ വന്നിട്ടുണ്ട്. പരസ്പരം ആഗ്രഹിക്കാതെ രണ്ടുപേരും ഒരു കല്യാണക്കുടുക്കിൽ ചെന്ന് പെട്ടുപോകുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കി എന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ട്. അതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.